ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊഴുപ്പള്ളി ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത് എറണാകുളം വൈപ്പിൻ ദ്വീപിലെ കുഴുപ്പള്ളി ബീച്ചിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരുമായിട്ട് പോകാൻ പോകുന്നത്. ഇത് കേരളത്തിൽ തന്നെ 3ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്താലോ? രണ്ടു കാലം കൂടെ ഒരുമിച്ച് ഇങ്ങനെ അമർത്തരുത്. ഒരു കാലം ഓരോ കാലം വെച്ച് പോകും അല്ലേ? അതാണ് അതിന്റെ അകത്തി വെക്കണോ അല്ലേ? കാല് അകത്തൊന്നും വെക്കണ്ട. നമ്മൾ സാധാരണ നടക്കുമ്പോൾ രണ്ടു കാലം കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കുഞ്ഞു പിള്ളേർ നടക്കണ പോലെ നടക്കേണ്ടി വരും. എനിക്ക് തല കറങ്ങണമല്ലോ സത്യമായിട്ട് പേടിയാവണുണ്ട് കേട്ടോ. ഇപ്പൊ തിരയില്ലായിട്ടാട്ടോ ഇങ്ങനെ നിൽക്കണ. ഇത് തിര വന്ന അടിപൊളിയോ മറിയോ. അയ്യോ ശരിക്കും പറഞ്ഞാൽ കടലിന് നടുക്ക് നമ്മൾ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, ഫ്ലോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിങ്ങനെ തിരടിക്കുന്നതനുസരിച്ച് നമ്മളിങ്ങനെ പൊങ്ങി നാന്നും പോയിക്കൊണ്ടിരിക്കും. നല്ല രസമാണ്. ഇത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, അനുഭവിക്കണം കേട്ടോ. വന്ന് ഇതൊന്ന് എൻജോയ് ചെയ്യാൻ തന്നെ വേണം. ഒരു വ്യത്യസ്തമായ വളരെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള, നമുക്ക് പേടി തോന്നും എന്നാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു അനുഭവം കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്റ്റിക്കും കൂടി തരണ്ടായിരുന്നല്ലേ, കുത്തിപ്പിടിച്ച് സ്പോട്ടിലേക്കണോലല്ല അതൊക്കെ മേലെ. ഇവിടെ ഒത്തിരി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഗൈഡ് ചെയ്യാനും സെക്യൂറാക്കി വെക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തരുന്നുണ്ട്. 120 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ ടൈം കഴിഞ്ഞാണോ? 10 മിനിറ്റ് ആയോ? അയ്യോ തോന്നണല്ലോ 10 മിനിറ്റ് ആയത്. നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വന്ന് നിൽക്കാൻ തരുന്ന ഒരു സമയം എന്ന് പറയുന്നത് 10 മിനിറ്റ് സമയമാണ് കേട്ടോ. ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ശരിക്കും. കയറി അപ്പോൾ തന്നെ 10 മിനിറ്റ് എങ്ങനെ ആയി എന്ന് ഓർത്തു. കാര്യം നമ്മൾ അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്, എൻജോയബിൾ ആയിട്ടുള്ളൊരു മൂമെൻറ്റിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയം പോകണമെന്ന് നമ്മൾ ഒട്ടും തന്നെ അറിയാൻ പറ്റില്ല കേട്ടോ. അവർ പറയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇങ്ങനെ ടൈം വേസ് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുമിച്ച് കയറാതിരിക്കാനും കുറച്ച് ആളുകളെ കയറ്റാനും എല്ലാവർക്കും കയറാനുള്ളൊരു ചാൻസ് കിട്ടാനും ഒക്കെയാണ് ആ ഒരു ടൈം വെച്ചിട്ട് നമ്മളിങ്ങനെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേര് വന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. ശരിക്കും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് കേട്ടോ. സൂപ്പർ. ഇപ്പോൾ ഈ ബീച്ചിൽ കുതിരസവാരിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു വൈബ് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ശരിക്കും. പിന്നെ ഏറെക്കുറെ സേഫ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടി സേഫ്റ്റി ഉള്ളൊരു ബീച്ചാണ്. ഇവിടെ അങ്ങനെ ചുഴി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ, അറിഞ്ഞിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. 10 മിനിറ്റ് സമയമാണ് അവർ തരുന്നത്. പക്ഷേ ആ 10 മിനിറ്റ് പോയത് അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് പോയി കിട്ടിയ സമയം അറിയാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു. ആയോന്ന് തന്നെ സംശയം തോന്നി. 10 മിനിറ്റ് എന്റെ കാല് ചെരുപ്പെല്ലാം മൊത്തം പോയി, മൊത്തം നനഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നനഞ്ഞ് കുളിച്ചിട്ട് കയറാമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. എന്താണെങ്കിലും കടലിൽ ഇറങ്ങാൻ പോവാ. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആട്ടോ. ഇന്ന് സൺഡേ ആണ്. സോ എല്ലാവരും തിമർക്കാണ് കേട്ടോ ഇവിടുത്തെ ബീച്ച്. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ബീച്ചാണ് ഇത് ആക്ച്വലി. നല്ല കാറ്റാടി മരങ്ങളൊക്കെ ഉള്ള ബീച്ചാണ്. ഇതാ കണ്ടോ, ആ സൈഡിലൊക്കെ കാറ്റാടി മരങ്ങളോട് കൂടിയിട്ടുള്ളൊരു ബീച്ചാണ്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. കുതിര സവാരി ഉണ്ട്, പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, പിന്നെ ഇതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ കാറ്റാടി മരങ്ങളുടെ തണലിലിരുന്ന് ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. എല്ലാം ഓക്കെയാണ് ഇവിടെ. പിന്നെ 4-5 പേർക്ക് ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലാടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ.
നല്ല രസമുണ്ട് കേട്ടോ. വെച്ചാൽ നമ്മൾ വീട്ടിലല്ലല്ലോ, കടലിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. പ്രത്യേക ഭംഗി കേട്ടോ, പ്രത്യേക ഒരു രസം, പ്രത്യേക ഒരു വൈബ്. സൂപ്പറാട്ടോ ഇത്. നമ്മൾ വീട്ടിലിരുന്നാൽ ഇങ്ങനെ കിട്ടില്ലേ, ഇതിട്ടിട്ട് വീട്ടിലിരുന്നാൽ കിട്ടില്ല. ഒരു പ്രത്യേക രസമുണ്ടേ. വാവ്, മീനും കൊണ്ട് വഞ്ചി വന്ന് കടലിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് വിൽക്കോ, കൊടുക്കോ? ആണോ? മുതലാളിയാണോ തൂക്കണത്? മുതലാളി എന്ന് പറയിപ്പിച്ചിട്ടേ ഇടങ്ങുള്ളൂ. എന്താ വില ചാള? ഇത് 120, 100, അതിന്റെ അപ്പുറത്ത് 120. ചാളയുടെ ചാഗ്രഹമാണെങ്കിൽ വാ, അതാ ചാള എങ്ങനെയാണ് വലയിൽ എടുക്കണതൊക്കെ നമുക്ക് നോക്കാം. ഏതാണ് ഇതിന്റെ കണക്ക്? ഇങ്ങനെയാണല്ലേ ചാള കിട്ടും, ഉടക്കി കിടക്കുമല്ലേ? ചാള ഇപ്പൊ കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാട്ടാ. ഇതാ ചാള വാങ്ങിച്ചോട്ടോ. ശരിക്കും പച്ച ചാള എന്ന് പറഞ്ഞാൽ ശരിക്കൊരു പച്ച കളറുണ്ട് കേട്ടോ, ഇതിനൊരു ലൈറ്റ് ഗ്രീൻ കളറുണ്ട്. അപ്പം ഞങ്ങൾ ചാളയൊക്കെ വാങ്ങിച്ച് വെച്ചു. ഇനിയിപ്പോൾ എന്താണ്, അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല, മീൻ ചീത്തായി പോയില്ലേ. അപ്പോൾ വീട്ടിലേക്ക് പോകണം. ഞങ്ങളിവിടെ അടുത്തുനിന്ന് ചായയൊക്കെ വാങ്ങിച്ച് കഴിച്ചാട്ടോ. ചായ സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. എന്നിട്ട് സൺസെറ്റൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ലൊരു സൺസെറ്റാണ് കേട്ടോ ഇന്നുള്ളത്. നല്ലൊരു വൈബുണ്ട് ഇവിടെ, നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കാനായിട്ട്. നിങ്ങളിവിടെ വരണം, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു നല്ലൊരു ബീച്ചാണ് കേട്ടോ ഇത്. എറണാകുളത്തുള്ളതിൽ ഏറ്റവും നല്ലൊരു ബീച്ചെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബീച്ചാട്ടോ, കുഴുപ്പള്ളി ബീച്ച്. ഞാൻ മിക്കവാറും ഇവിടെ വരാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ബീച്ചിൽ വരണത്. പിന്നെ ഈ ബീച്ചിലേക്ക് വരുന്ന വഴിയും അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. കായലിൻ്റെ നടുക്കൂടിയുള്ളൊരു വഴി കൂടിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. നല്ലൊരു ഈവനിങ് ആയിരുന്നു. എനിക്കും നിങ്ങൾക്കും ഇത് കണ്ട് എൻജോയബിൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.